ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ശൂനോയ നോമ്പിൻ്റെ 14-ാം ദിവസം പരിശുദ്ധ ദൈവമാതാവിനെ വിശേഷിപ്പിക്കുന്ന മനോഹരമായൊരു വാക്കാണ് നീതിസൂര്യനെ വഹിച്ച മേഘം. സൂര്യനെ നേരിട്ട് നോക്കാൻ കഴിയാത്തതുപോലെ ദൈവത്തിൻ്റെ മഹത്വം മനുഷ്യബുദ്ധിക്ക് പൂർണ്ണമായി ഗ്രഹിക്കാനാവാത്തതാണ്. എന്നാൽ മേഘം സൂര്യനെ മറച്ചുവെച്ചു അവൻ്റെ പ്രകാശം ഭൂമിയിലേക്ക് എത്തിക്കുന്നത് പോലെ പരിശുദ്ധ കന്യകമറിയാം തൻ്റെ ഉദരത്തിൽ നീതിസൂര്യനായ യേശുക്രിസ്തുവിനെ വഹിച്ചു. മലാഖി പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നീതിയുടെ സൂര്യൻ നിങ്ങൾക്കായി ഉദിക്കുമെന്ന്. ആ നീതി സൂര്യൻ ലോകത്തിലേക്ക് വന്നത് പരിശുദ്ധ മറിയത്തിലൂടെയാണ്. മേഘം മഴ പെയ്യിച്ച് ഭൂമിയെ ഫലപുഷ്ടമാക്കുന്നത് പോലെ മറിയത്തിലൂടെ ലോകത്തിന് ലഭിച്ചത് കൃപയുടെ ഉറവിടമായ ക്രിസ്തുവിനെയാണ്. അവൾ സ്വയം പ്രകാശത്തിൻ്റെ ഉറവിടമല്ല, മറിച്ച് ക്രിസ്തുവിനെ ലോകത്തിന് നൽകിയ അനുഗ്രഹീതമായ അമ്മയാണ്. അതുകൊണ്ട് മറിയത്തെ വണങ്ങുമ്പോൾ നമ്മുടെ ഹൃദയം ക്രിസ്തുവിലേക്കാണ് ഉയരേണ്ടത്. അവളുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം ദൈവത്തെ സ്വീകരിക്കുന്ന വിനയമുള്ള ഹൃദയം ലോകത്തിന് അനുഗ്രഹമായി മാറുന്നു എന്നാണ്. നീതിസൂര്യനായ ക്രിസ്തുവിനെ വഹിച്ച മേഘമേ, ഞങ്ങളെയും ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലേക്ക് അടുപ്പിക്കണമേ എന്ന് കൃപാപൂർവം പ്രാർത്ഥിക്കുവാൻ എല്ലാവർക്കും ഇടയാകണം. ആയതിന് ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നമ്മെ ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.